ശ്രീ ഹരി പത്തനാപുരം, കേരളത്തിന് അങ്ങനെ ഒരു കീർത്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗിൽ കേരളം പെട്ടുപോയിട്ടോ ഒക്കെ ഉണ്ടോ? ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കിലേക്കോ അല്ലെങ്കിൽ മൃഗബലിയിലേക്കോ ഈ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇടമാണ്. ഇപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശിൽ പോയി രണ്ടുപേർ ആത്മഹത്യ ചെയ്തോ അന്യഗ്രഹ ജീവികൾക്കൊപ്പം പോകാൻ വേണ്ടി എന്നതുപോലെ കേരളം ഈ നിലയിലാണോ മറ്റിടങ്ങളിൽ അറിയപ്പെടുന്നത്? അല്ല, കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല വ്യാപകമായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നരബലി നടന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്. പിന്നെ രാജരാജേശ്വര ക്ഷേത്രത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വല്ലാണ്ട് വേദന തോന്നും. കാരണം എനിക്ക് തോന്നുന്നു ശത്രുസംഹാര അർച്ചന പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും നടക്കാത്ത ഒരു ക്ഷേത്രമാണത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ ഭക്തജനങ്ങൾക്കടക്കം അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആളുകൾക്കടക്കം ഇതെന്താണ് എന്നൊരു ചിന്ത ആശങ്കയോടുകൂടി ഉണ്ടാകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ DK ശിവകുമാർ എന്ന ആൾ, അദ്ദേഹം ആ പൊതുപ്രവർത്തകൻ ബോധപൂർവം ആ ക്ഷേത്രത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ കേരളത്തെ അപമാനിക്കാനോ പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തിപരമായി. കാരണം ഞാൻ അദ്ദേഹത്തെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഭക്തനായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഞാൻ എന്റെ പ്രൊഫഷണലിൽ നിന്നുകൊണ്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ആരോ ഒരാൾ, എന്റെ അറിവ്, നിങ്ങളെ ചിലപ്പോൾ നാളെ ഇതിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ഒരാൾ അദ്ദേഹത്തോട് പേഴ്സണലി സംസാരിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കിട്ടാനാകും സാധ്യതയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത്. തെറ്റാകാം, ശരിയാകാം. ആരോ ഒരാൾ ഒരു ദുർമന്ത്രവാദമോ മറ്റോ ചെയ്യുന്ന ഒരാൾ, കാരണം അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകാം ഇങ്ങനെ താങ്കളെ തകർക്കാൻ അല്ലെങ്കിൽ താങ്കളെ നശിപ്പിക്കാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഞാനത് ഉത്തമ ബോധ്യത്തോടെയാണ് പറയുന്നത്. കാരണം ഞാൻ പലപ്പോഴും ശരിയാണ്, താങ്കൾ പറയുന്നത് ശരിയാണ്. ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. 52 മൃഗങ്ങളെ ബലി കൊടുത്തിരിക്കുന്നു, അതിൽ ഇത്ര പന്നി, ഇത്ര ആട്, ഇത്ര ചുവന്നയാട് തുടങ്ങിയ കണക്കുകളുണ്ട്. ശ്രീ നികേഷ് കുമാർ, താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. പലപ്പോഴും ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന വാർത്തകളിൽ നമുക്ക് 100% കൃത്യമായ വിവരം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർത്തകളും ചെയ്യാറില്ല. ചില ഇൻഫർമേഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ പറയുന്ന ആൾ തെറ്റായിട്ട് പറഞ്ഞാൽ പോലും നമ്മൾ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ചെയ്യാറുണ്ട്. പല വാർത്തകൾ മുൻപ് നമ്മുടെ മുമ്പിൽ തെളിവുകളുമുണ്ട്. അത് ആ പറയുന്ന ആൾ പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന നിങ്ങൾ വാർത്ത ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ അതാ പറഞ്ഞത്. DK ശിവകുമാർ എന്ന ആൾ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ആ വിശ്വാസിയായ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ദുർമന്ത്രവാദം ചെയ്യുകയോ ഇദ്ദേഹത്തിന് പിന്നീട് ഇതിന്റെ പരിഹാര ക്രിയകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടോ ആരോ കൃത്യമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ വിശ്വാസികളെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കാറുള്ള കാര്യമാണ്. ഞാനിത് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ താഴെ വേണേലും കുറെ തീവ്ര വിശ്വാസികളുണ്ട്, അവർ വന്ന് നിനക്കിത് വിശ്വാസമില്ല വിട്ടിട്ട് പൊക്കോളൂ എന്ന് കമന്റ് ഇടും. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വിശ്വാസികളെ ചെറിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ വലിയ തോതിൽ സമ്പന്നരെയും ഇത്തരത്തിലുള്ള അധികാര സ്ഥാനത്തുള്ള ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ പാവം പിടിച്ച മനുഷ്യൻ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആദരവോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രത്തെയും അതിന്റെ ചുറ്റുപാടുകളെയും വിമർശിക്കുന്ന രീതി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നതായി എനിക്ക് തോന്നുന്നില്ല. വ്യക്തത ആവർത്തിച്ചു വരുത്തേണ്ടതുണ്ടെങ്കിൽ ആവർത്തിച്ചു വരുത്താം. നേരത്തെ രാവിലെ തന്നെ DK ശിവകുമാർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നു എന്ന് പറഞ്ഞതായി എൻ്റെ അറിവിലില്ല. ഞാൻ രാവിലെ വാർത്ത വായിക്കുമ്പോഴാണ് ഈ വിഷയം ആദ്യമായി ബ്രേക്കിംഗ് ആയി ടെലിവിഷൻ ചാനലുകളായി കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തത വരുത്തിയിരിക്കുന്നു. 15 കിലോമീറ്റർ അകലെ എന്നുള്ളതാണ് ഞാൻ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രതിനിധി അപ്പോൾ ടെലിഫോൺ ലെവലിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അത് ഒരു വിശദീകരണ കുറിപ്പായി അയക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അതിൻ്റെ അടുത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ അവരും അത് ഒരു അറിവായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഒരു സംശയം ശ്രീ നികേഷ് കുമാർ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പൊ കരുതുന്നത്? ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നാണോ, അത് താങ്കൾ 100% ഉറപ്പിച്ച് പറയുന്നു എന്നാണോ? നോക്കൂ, രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നോ എന്നുള്ളതാണോ എന്നോടുള്ള ചോദ്യം? എനിക്ക് രാജരാജേശ്വര ക്ഷേത്രത്തെ തൊട്ടടുത്ത് അറിയുന്നതാണ്, എന്റെ ജന്മസ്ഥലമാണ്. അതെ,
അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ കോപ്പിയുടെ നോക്കൂ, നമ്മുടെ മുന്നിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസിന്റെ എല്ലാ മൂല കോപ്പിയും നോക്കുമ്പോൾ അതിനകത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡ് അംഗം ടെലിഫോൺ ലൈനിൽ വന്നപ്പോൾ ഞാനത് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തത്. കാരണം ആ ക്ഷേത്രത്തിനൊരു ഒരു ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകരുതല്ലോ. ചോദിക്കുന്നത് അല്ല, ഞാൻ നികേഷ് കുമാറിനോട് ചോദിക്കുന്നത്, താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നാണോ, അതോ അങ്ങനെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? എന്താണ് താങ്കളുടെ വെർഷൻ? അല്ല നോക്കൂ, അവിടെ ഇപ്പോ 15 കിലോമീറ്റർ അകലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെ, നോക്കൂ, നമ്മുടെ നാട്ടില് മൃഗബലി നടക്കുന്നുണ്ട് കേട്ടോ. പലയിടങ്ങളിലായി പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. നേരത്തെ താങ്കളെ പറഞ്ഞ പോലെ നരബലി നടക്കുന്നുണ്ട്, പിന്നെ മൃഗബലി നടക്കാതിരിക്കും, അത് നടക്കുന്നുണ്ടാവും. ഈ കാര്യത്തില് ഇനിയിപ്പോ അത് തെറ്റിദ്ധരിപ്പിച്ച ഒരു മിനിറ്റ് എന്നോട് ചോദ്യം ചോദിച്ചതല്ലേ, ഞാൻ അതിന് മറുപടി പറയാം. അതായത് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ 15 കിലോമീറ്റർ അകലെ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആയ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഈ പറയുന്ന 52 മൃഗങ്ങളെ ബലി കൊടുത്ത് അവിടെ ആ നിലയിൽ അങ്ങനെ ഒരു ക്രിയ നടത്താൻ കഴിയുന്ന സ്ഥലം തന്നെയാണ്. അല്ല, സംശയമൊന്നുമില്ല. ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് അവിടുത്തെ ഭൂപ്രകൃതി അറിയില്ല. അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇത്ര മൃഗങ്ങളെ ഈ തരത്തിലാണ് അവിടെ നടത്തിയിരിക്കുന്നത്, ചെയ്തയാളാണ് തന്നോട് പറഞ്ഞത് എന്നുള്ളതാണ്. ചിലപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം, ഇല്ലായിരിക്കാം, നമുക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ. അഭ്യൂഹം. ശ്രീ നികേഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ല. ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇങ്ങനെ കൃത്യമായി ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്തു, നിങ്ങളുടെ ബന്ധു ചെയ്തു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അവിടുത്തെ ഭൂപ്രകൃതി അറിയില്ല. എനിക്ക് താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ള ആളല്ല, എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം ഇത്രയേറെ മൃഗങ്ങളെ വെച്ചിട്ട് കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്നോ, അങ്ങനെ ചെയ്താൽ അതിൽ ഫലം ഉണ്ടാകുമെന്നോ, അതായത് ഒരാൾക്കെതിരെ ചെയ്താൽ. ശ്രീ നികേഷ് വഴിക്ക് ഫലം അല്ലെങ്കിൽ എന്തിനാണ് ഫലം? നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി മാത്രമാണല്ലോ നമ്മൾ ദൈവവിശ്വാസത്തെ കാണുന്നത് പലപ്പോഴും. എനിക്കറിയില്ല, എന്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അതെ, ശ്രീ നികേഷ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ നികേഷ് പറഞ്ഞു മോഹൻലാൽ പോയി ശത്രു സംഹാര അർച്ചന നടത്തിയെന്ന് ഈ വന്ന വഴിക്ക് പറഞ്ഞു. ശരിക്കും ഈ ശത്രു സംഹാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ സംഹരിക്കാനാണ്, അല്ലാതെ പുറത്തുള്ള ശത്രുവിനെ സംഹരിക്കണം എന്ന് പറഞ്ഞിട്ടല്ല നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ പൊളിറ്റിക്കലി എതിരുള്ള ആളുകൾക്ക് ഈ പൂജ ചെയ്ത് മറ്റൊരാളെ സംഹരിച്ചാൽ പോരെ?